പടം നല്ല പടം, സൂപ്പർ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് നോർമലാണ് പടം, സെക്കൻഡ് ഹാഫിലാണ് പടം കയറി കൊളുത്തിരിക്കുന്നത്. പിന്നെ മേക്കിംഗ് രീതിയൊക്കെ കിട്ടില്ല മേക്കിംഗ് ആണ്. പിന്നെ എല്ലാവരും നല്ല ആക്ടിങ് ആണ്. പിന്നെ എനിക്ക് മമ്മൂക്കയുടെ അനന്തരമായിട്ട് അസ്കർ സൗദ പറഞ്ഞ പുള്ളിക്കാരൻ്റെ ആക്ടിങ്, പുള്ളിക്ക് ടാലന്റ് ഒന്ന് മനസ്സിലാക്കിയത് സെക്കൻഡ് ഹാഫിലാണ്. അതായത് ക്ലൈമാക്സ് വരുമ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ആക്ഷനും അഭിനയവും എല്ലാം കൊണ്ട് പുള്ളിക്ക് അടിക്കുന്നുണ്ട്. അവിടെ പുള്ളിക്കാരൻ ടാലന്റ് ആണോ മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ ഇനി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് മനസ്സിലായി. അതെങ്ങനെയാണ് അത് തെളിയിക്കുന്നത്, ആരാണ്, എന്തുകൊണ്ടാണ് കിഴക്കൻ പത്രോസ്, അതുപോലെ കോട്ടയം കുഞ്ചിന് ഡിഫറെന്റ് ആയിട്ടൊരു മൂവി. സുരേഷ് ബാബുവിന്റെ ഒരു ആക്ഷൻ മൂവി എന്ന് പറയാം. പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്, ലാഗിങ് ഒന്നുമില്ല. ത്രൂ ഔട്ടായിട്ട് നമുക്ക് ത്രില്ലടിച്ചെടുത്ത് കാണാൻ പറ്റിയ ഒരു ആക്ഷൻ മൂവി. നല്ല മൂവിയാണ്. നമുക്ക് അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് ത്രില്ലിംഗ് ആണ്. ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ആ രീതിയിൽ എൻജോയബിൾ ആയിരുന്നോ? ഒരു ത്രില്ലിംഗ് അനുഭവം ഉണ്ടായിരുന്നോ? ഫൈനലി ആഫ്റ്റർ ഇന്റർവൽ നല്ലൊരു പടം, എല്ലാവരും കാണേണ്ട പടമാണ്. സുരേഷ് സാറിന്റെ കോട്ടയം കുഞ്ചിന് ശേഷമുള്ള നല്ലൊരു പടമാണ് കേട്ടോ.